മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. കഴിഞ്ഞ ശ്രമത്തിൽ എല്ലാ സഹകരണവും തന്നതിന് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ശ്രീ കാരൂർ നീലകണ്ഠപിള്ള രചിച്ച പൊതിച്ചോറ് എന്ന ചെറുകഥ നിങ്ങൾക്കായി വായിക്കുകയാണ്. നാട്ടിൻപുറത്തെ സാധാരണക്കാരുടെ ജീവിത ചിത്രങ്ങളാണ് കാരൂർ തന്റെ കഥകളിൽ വരച്ചു കാട്ടുന്നത്. ഈ കഥയിൽ വിശപ്പിന്റെ വിളി എല്ലാവർക്കും ബോധ്യമാകുന്ന തരത്തിൽ കാരൂർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉണ്ടവന് ഉണ്ണാത്തവന്റെ വിശപ്പറിയില്ല എന്നു പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ടത്രേ. ദാരിദ്ര്യവും വിശപ്പും അധികരിക്കുമ്പോൾ മനുഷ്യന് നിലനിൽപ്പ് മാത്രമേ നോക്കേണ്ടതുള്ളൂ, മറ്റെല്ലാം അവൻ മറക്കുന്നു എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. വിശപ്പിന്റെ കാഠിന്യം മൂലം രക്തസാക്ഷിയാകേണ്ടി വന്ന ആദിവാസി യുവാവായ മധുവിനെ കൂടി ഈ വേളയിൽ സ്മരിക്കുന്നു. എല്ലാവർക്കും വായനയിലേക്ക് സ്വാഗതം. പൊതിച്ചോറ്. സർ, ഈ കുട്ടിയുടെ ചോറ് ഇവിടെ വെച്ചിരുന്നിട്ട് കണ്ടില്ല. 2ാം ക്ലാസ്സിലെ അധ്യാപകൻ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു. പ്രഥമ അധ്യാപകൻ എഴുത്തു നിർത്തി മുഖം പൊന്തിച്ചു നോക്കി. ആ ബാലന്റെ കവിൾത്തടങ്ങളിൽ കണ്ണീരുണ്ടാക്കിയിരുന്ന പാടിൽ കൂടി അശ്രുകണങ്ങൾ ഉരുണ്ടുപോകുന്നത് അദ്ദേഹം കണ്ടു. വിശന്നു വാടിയ ആ പിഞ്ചു മുഖം നോക്കിക്കൊണ്ട് ഒരു നിമിഷം അദ്ദേഹം ഇരുന്നു. ചോറ് എവിടെ വെച്ചിരുന്നു? ആ പാഠശാലയുടെ അധികാരി ചോദിച്ചു. കുട്ടി കരച്ചിലിനോട് ചേർത്തു പറഞ്ഞു, ആ മുറിയിലാ. ക്ലാസ് അധ്യാപകൻ വിശദീകരിച്ചു. ഇയാൾ എന്നും ചോറ് വെക്കുന്നിടത്ത് തന്നെയാ സർ വെച്ചിരുന്നത്. ഇയാളുടെ കൂട്ടത്തിൽ വേറൊരു കുട്ടിയും അവിടെ വെച്ചിരുന്നു. അതവിടെ ഇപ്പോഴും ഉണ്ട്. അവിടെയൊക്കെ നോക്കിയോ? അവിടെ എങ്ങാനും ഇരിപ്പുണ്ടോ? കുട്ടി: അവിടെയൊക്കെ നോക്കി, അവിടെ എങ്ങും ഇല്ലായിരുന്നു. അധ്യാപകൻ: പള്ളിക്കൂടം വിട്ട ഉടനെ താൻ ചെന്ന് നോക്കിയില്ലേ? കുട്ടി: നോക്കി സർ. അധ്യാപകൻ: ഇത് വലിയ കുറച്ചില് തന്നെ. കുട്ടികൾ സ്കൂളിൽ വരുന്നത് ചോറ് കക്കാനാണെങ്കിൽ കഷ്ടം തന്നെയാണ്. ഹെഡ് മാസ്റ്റർ കുട്ടിയെ സാന്ത്വനപ്പെടുത്തി. കുട്ടികളെല്ലാവരും വരട്ടെ, ഞാൻ അന്വേഷിക്കാം. എടുത്തവനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അങ്ങനെ ആരും ചെയ്യാതെ ചട്ടം കെട്ടാം. കുഞ്ഞു കരയാതെ, വിശക്കുന്നുണ്ടെങ്കിൽ പുസ്തകവും എടുത്തുകൊണ്ട് വീട്ടിൽ പോയിക്കോളൂ. അധ്യാപകൻ: താൻ തനിച്ചു പോകുമോ? കുട്ടി: ഇപ്പം പോകണ്ട എനിക്ക്. എന്നാൽ ക്ലാസ്സിൽ പോയിരിക്കെ, ഹെഡ് മാസ്റ്റർ പറഞ്ഞു. കുട്ടി അതനുസരിച്ചു. ക്ലാസ് അധ്യാപകൻ ഇക്കാര്യത്തെക്കുറിച്ച് കുറച്ചു നേരം കൂടി പ്രഥമാധ്യാപകന് ഗൗരവം വർദ്ധിപ്പിക്കാനായി യത്നിച്ചുകൊണ്ടിരുന്നു. ഹെഡ് മാസ്റ്റർ ഒക്കെ തന്നെ ശരിവെച്ചു. ഉച്ചയൊഴിവ് കഴിഞ്ഞു എന്നറിയിക്കുന്ന മണി കിലുങ്ങി. കുട്ടികൾ ഇറങ്ങിപ്പോയപ്പോൾ ഒഴിഞ്ഞു കിട്ടിയ ബെഞ്ചിനെ ആശ്രയിച്ച് ഉറങ്ങി ക്ഷീണം തീർത്ത ഗുരുനാഥന്മാർ എഴുന്നേറ്റ് കണ്ണു തിരുമ്മി സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു. വിശപ്പും വെയിലും വിഗണിച്ച് പാഠശാല വളപ്പിൽ ഓടിയും ചാടിയും കളിച്ചിരുന്നവർ വിയർപ്പൊലിപ്പോടെ ക്ലാസുകളിൽ കയറി വന്നു. കഞ്ഞിയോ ചോറോ കഴിച്ചു തിരിച്ചു വന്ന ഭാഗ്യവാന്മാരും വീട്ടിൽ കഞ്ഞി പോലും വച്ചിട്ടില്ലെന്ന് ബോധ്യം വരുത്തി വന്നെത്തിയ ഭാഗ്യഹീനന്മാരും ബെഞ്ചുകളിൽ നിരന്നിരുന്നു. പൊതിച്ചോറുണ്ട് തൃപ്തരായ കുഞ്ഞുങ്ങളും അയൽപക്കത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് പൈതാഹങ്ങൾ ശമിപ്പിച്ച കൊച്ചുങ്ങളും സ്ഥലത്തു ചെന്നിരുന്നു. ഇവരുടെയൊക്കെ കൂട്ടത്തിൽ പൊതിച്ചോറ് നഷ്ടപ്പെട്ട കുട്ടിയും. ചെറു മോഷണക്കഥ ആ വിദ്യാലയത്തിലെ 4 ക്ലാസ്സുകളിലും പരന്നു കവിഞ്ഞൊഴുകി. ഓരോ കുട്ടികളും അവരവരുടെ അനുമാന ശക്തിയെ പല കുട്ടികളുടെയും നേരെ പായിച്ചു. സാർ, ബാലകൃഷ്ണൻ പറയുന്നു ഞാനാ ചോറെടുത്തുണ്ടെന്ന് ഒരു കുട്ടി പരാതിപ്പെട്ടു. അതേ ശ്വാസത്തിൽ തന്നെ അവൻ തന്നെ അധിക്ഷേപിച്ച കുട്ടിയോട് തിരിഞ്ഞിട്ട്, നീയാ ചോറ് കെട്ട് നിന്നത് കള്ള എന്നു പകവീട്ടി. ഗോപാലൻ ജോസഫിനോട് പറഞ്ഞു, പപ്പു ആയിരിക്കും ചോറെടുത്ത് ഉണ്ടത്. മത്തായി പറഞ്ഞു, ഞാനിനി ഇവിടെ ചോറ് കൊണ്ടൊന്നും വയ്ക്കില്ല. കുറെ നേരത്തേക്ക് ഇക്കാര്യമായിരുന്നു കുട്ടികളുടെ സംസാര വിഷയം. അധ്യാപകന്മാർ തങ്ങളുടെ മുൻപിലിരിക്കുന്ന ശിശുക്കളുടെ മുഖത്ത് സൂക്ഷ്മ ദൃഷ്ടികൾ അയച്ചു, കള്ളനെ കണ്ടുപിടിക്കാൻ എന്ന വണ്ണം. ആ പാഠശാലയുടെ ഭരണാധികാരി ഒരു വടിയുമായി നടന്ന് അന്വേഷണം തുടങ്ങി. സാമവും ദാനവും ഭേദവും പ്രയോഗിച്ചു നോക്കിയിട്ടും ഒരു തുമ്പും ഉണ്ടായില്ല. ആ ഗുരുനാഥൻ കുട്ടികളെ ഉപദേശിച്ചു. കുട്ടികളെ, കളവ് പാപമാണ്. നിങ്ങൾക്ക് മനുഷ്യരുടെ കണ്ണിൽ നിന്നും മറഞ്ഞു നിൽക്കാം, എന്നാൽ ദൈവത്തെ മറയ്ക്കാൻ ഒക്കുകയില്ല. മോഷണം ഒരു ചീത്ത ശീലമാണ്. അറിവില്ലാതെ അത് ചെയ്തു പോയാൽ അത് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കണം. എന്നാൽ ഞാൻ ക്ഷമിക്കും, ദൈവവും ക്ഷമിക്കും.
ഒരിക്കൽ തെറ്റ് ചെയ്തത് മറയ്ക്കാൻ സാധിച്ചാൽ പിന്നെയും അത് ചെയ്യാൻ തോന്നും. അങ്ങനെ നിങ്ങൾ ചീത്ത കുട്ടികളായി പോകും. ഒടുവിൽ കള്ളന്മാരാകും. കള്ളന്മാരെ പോലീസുകാർ പിടിച്ചുകൊണ്ടു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? താൻ കണ്ടിട്ടില്ലേ? കാണാത്തവരുണ്ടോ ഇവിടെ? കുട്ടികൾ: ഉണ്ട് സാർ. ഇല്ല, ഉണ്ട്. ആ, അതാ പറഞ്ഞത്. ഉള്ളത് പറഞ്ഞേക്കിൻ. ആരും കുറ്റമേറ്റില്ല. ആരെങ്കിലും കുറ്റമേൽക്കുന്നുണ്ടോ എന്ന് ചോറ് നഷ്ടപ്പെട്ട കുട്ടി മുഖം തിരിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആരും ഏറ്റില്ല. പിന്നെ അദ്ദേഹം ഓരോരുത്തരോട് ചോദിച്ചു: നീ എടുത്തോ? നീ നീ അടുത്ത കുട്ടി, നീ? ഇല്ല, ഇല്ല, ഇല്ല സാർ, ഞാൻ വീട്ടിൽ പോയി ഉണ്ടു. ഞാൻ ചോറ് കൊണ്ട് വന്നിരുന്നു. ഇങ്ങനെ കുട്ടികൾ നിഷേധിച്ചു. 180ഓളം കുട്ടികളോടും പ്രത്യേകം പ്രത്യേകം അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം തോറ്റുപോയി. അദ്ദേഹത്തിന് അതൊരു പോരായികയായി. സഹ അധ്യാപകന്മാർക്ക് അദ്ദേഹത്തെ ബഹുമാനമാണ്. കുട്ടികൾക്ക് 4ലെ സാറിന് ഭക്തിയാണ്, പേടിയാണ്. നാട്ടുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പുണ്ട്. മാനേജർക്ക് കാര്യമാണ്. ഇൻസ്പെക്ടർക്ക് തൃപ്തിയാണ്. വിഫലയത്നനായ പ്രഥമാധ്യാപകൻ മഞ്ഞളിച്ച മുഖവുമായി തന്റെ പൊളിഞ്ഞ കസാലയിൽ ചെന്നിരുന്നു. അദ്ദേഹത്തിന് ഒന്നിനും ഒരു ഉത്സാഹം തോന്നിയില്ല. ഒരു കണക്ക് ബോർഡിൽ ചെയ്തത് തെറ്റിപ്പോയി. ഭൂമിശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ ശരിയായ ഉത്തരം അദ്ദേഹം നിരസിച്ചു കളഞ്ഞു. നേരമായെന്ന് ഒരു സഹാധ്യാപകൻ വന്നു പറഞ്ഞ ശേഷമാണ് 10 മിനിറ്റ് താമസിച്ചാണ് സ്കൂൾ വിടാനുള്ള മണി കിളിക്കാൻ പോലും അദ്ദേഹം ഓർത്തത്. എല്ലാവരും പിരിഞ്ഞു. കെട്ടിടം അടച്ചുപൂട്ടാൻ തൂപ്പുകാരൻ കാത്തു നിൽക്കുകയായിരുന്നു. 1ാം സാറ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യ മയങ്ങുന്നതുവരെ ഒരേ എഴുത്ത്. എഴുത്തു നിർത്തി അദ്ദേഹം ഇറങ്ങി. രാത്രി ഊണും കഴിഞ്ഞ് റേഡിയോ കേട്ട് രസിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്കൂൾ മാനേജർക്ക് ഇങ്ങനെ ഒരു കത്ത് കിട്ടി. മാനേജർ അവർക്ക്: നമ്മുടെ സ്കൂളിൽ ഇന്നൊരു മോഷണമുണ്ടായി. ഒരു കുട്ടി കൊണ്ടുവച്ചിരുന്ന ചോറ് ആരോ എടുത്ത് ഉണ്ടുകളഞ്ഞു. വലിയ പോരായ്മയായിപ്പോയി. ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് 30 കൊല്ലം കഴിഞ്ഞല്ലോ. ഇന്ന് ആദ്യമാണ് ഇങ്ങനെയൊരു സംഭവം. പൊതിച്ചോറിനേക്കാൾ വിലയുള്ള എന്തെല്ലാം സാധനങ്ങൾ പള്ളിക്കൂടത്തിലുണ്ട്. മോഷ്ടിക്കാനാണെങ്കിൽ വിശന്നിട്ട് ആരെങ്കിലും എടുത്തതായിരിക്കും. എന്നാലും ഇതിനേക്കാൾ കൂടുതൽ ചോറുള്ള പല പൊതികളുണ്ടായിരുന്നു. അത്രമേൽ കൊച്ചുകുട്ടിയല്ല എടുത്തതെങ്കിൽ വിശപ്പ് മാറിക്കാണാൻ ഇടയില്ല. അത്ര ചെറിയ കുഞ്ഞുങ്ങൾ ഇത് ചെയ്യുമോ? ഇനി ഒരു മുതിർന്ന കുട്ടിയാണെങ്കിലും എത്രമേൽ അസഹ്യമായ വിശപ്പുണ്ടെങ്കിലാണ് അന്യന്റെ ചോറെടുത്തുണ്ടുക. കാലത്തെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് വരുന്ന കുട്ടികൾ ഈ സാഹസത്തിന് മുതിരുകയില്ല. കാലത്ത് പട്ടിണിയായിരുന്നവന് ഉച്ചയ്ക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ അവന്റെ അമ്മ കരുതും. അവനിങ്ങനെ കട്ടുണ്ണണ്ട. കാലത്തും ഉച്ചയ്ക്കും ഒക്കെ പട്ടിണിയാണെങ്കിൽ അമ്മമാർ കുട്ടികളെ സ്കൂളിലേക്ക് വിടുകയില്ല. വഴിയിലെങ്ങാനും വീണുപോയെങ്കിലോ? ഒരു സ്ലേറ്റോ പെൻസിലോ പുസ്തകമോ ഒരു കുട്ടി മോഷ്ടിച്ചെന്ന് വരാം. ഒരു പക്ഷെ ഒരു മാമ്പഴമോ ഒരു മധുര നാരങ്ങയോ മോഷ്ടിച്ചെന്ന് വരാം. ചോറ് മോഷ്ടിക്കുക, അതും ആരുടെയാണെന്ന് പോലും അറിയാത്ത ചോറ്. ഇല്ല, ഒരു കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കാൻ വയ്യ. ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ ചോറ് കട്ടുതിന്നോ എന്ന് ചോദിക്കുന്നത് വലിയ ആക്ഷേപമാണ്. നമ്മുടെ അധ്യാപകന്മാരിൽ ഉച്ചപ്പട്ടിണിക്കാരുണ്ട്. അവരിത് ചെയ്യുമെന്ന് എങ്ങനെ വിശ്വസിക്കും? കുട്ടികളുമല്ല, അധ്യാപകന്മാരുമല്ല, അന്യരാരും ഇവിടെ വന്നിട്ടുമില്ല. പിന്നെ ആരാ? ഞാനോ? അതെ, ഞാൻ തന്നെ. ഈ സ്കൂളിന്റെ ഭരണാധികാരിയായ ഞാനാണിത് ചെയ്തത്. 180ഓളം ഭാവി പൗരന്മാരുടെ മാനസികവും സാൻമാർഗികവുമായ അഭിവൃദ്ധിക്ക് ഉത്തരവാദിയായ ഞാനാണ്. 5 സഹ അധ്യാപകന്മാരെ നിയന്ത്രിക്കേണ്ട ഞാനാണിത് ചെയ്തത്. ഈ പാഠശാലയിലെ എല്ലാ ക്രമക്കേടുകളെയും ശാസിക്കുകയും എല്ലാവർക്കും മാതൃകയായിരിക്കുകയും ചെയ്യേണ്ട ഞാനാണ്. അടുത്ത തലമുറയെ കരുപിടിപ്പിച്ച് നല്ലവരാക്കേണ്ട ഞാനാണ് ഒരു കുട്ടിയുടെ ഉച്ചയ്ക്കുള്ള ആഹാരം കട്ടുതിന്നത്. ഒരു പട്ടി മാത്രം ചെയ്യുന്ന ഹീനകൃത്യം ചെയ്തത്. അങ്ങേക്ക് എന്നെപ്പറ്റി അവജ്ഞ മാത്രമല്ല, കോപവും തോന്നുന്നുണ്ടായിരിക്കാം. അങ്ങയുടെ പാഠശാലയ്ക്ക് ഞാനൊരു അപകീർത്തി ഉണ്ടാക്കിയിരിക്കാം. എന്നെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും മാത്രം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചോറ് മോഷ്ടിക്കപ്പെട്ടതിനാൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിന്ന് വിശന്നു വാടിയ ആ 6 വയസ്സുള്ള കുട്ടിയുടെ മുഖം എന്നെ വേദനിപ്പിക്കുന്നു.
ഒരു പട്ടിയെ പോലെ ഞാനിത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ ഇതിനു മുന്നേ തന്നെ ഇത് ചെയ്തു പോയേനെ. അതിനുള്ള ആവശ്യം എനിക്കുണ്ടാകാഞ്ഞിട്ടല്ല, ചെയ്തില്ലെന്നു മാത്രം. എന്റെ കൂട്ടുകാരാരും ഇത് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ കാരണം അവർക്കും അതിന്റെ ആവശ്യമില്ലായികയല്ല, അപമാന ഭീരുതയാണ്. ഞാൻ അതിന്റെ അപ്പുറത്തേക്കും കടന്നു. ഞാൻ ജനിച്ചു പോയില്ലേ, എനിക്ക് ജീവിക്കണ്ടേ? 30 കൊല്ലമായി ജോലി ചെയ്യുന്ന എനിക്ക് നിങ്ങൾ തരുന്ന 12 രൂപ എത്ര പേരുടെ നിത്യവൃത്തിക്കുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളത് എന്തിനറിയണം അല്ലേ? ആരും അറിയേണ്ട ആവശ്യമില്ല. അറിയേണ്ടെന്ന് വെച്ചാലും ഒരിക്കൽ എല്ലാവരും അറിയും. 8 പേരുള്ള ഒരു കുടുംബത്തിന് 30 ദിവസത്തേക്ക് ഈ വിലക്കൂടുതൽ കാലത്ത് 12 രൂപ. കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. ഒരു സ്കൂള് ഭരിക്കണം. തീർത്താൽ തീരാത്ത ജോലി ചെയ്യണം. മാനവും മര്യാദയുമായി ജീവിക്കണം. എനിക്കുമുണ്ട് അമ്മയും അച്ഛനും, വൃദ്ധരായ, പ്രവൃത്തിശക്തി നശിച്ചവരായ അച്ഛനും അമ്മയും. എനിക്കുമുണ്ട് ഭാര്യയും കുട്ടികളും, എന്നെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഭാര്യയും കുട്ടികളും. എനിക്കുമുണ്ട് ഇച്ഛകളും വികാരങ്ങളും, നിങ്ങളെപ്പോലെ തന്നെ. ഞാനൊരു കുട്ടിയുടെ ചോരെടുത്തുകൊണ്ട് മോഷ്ടിക്കുകയായിരുന്നോ? ആയിരുന്നിരിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ തുറന്നു പറയുന്നു. ഇന്നലെ കാലത്ത് കഞ്ഞി കുടിച്ചതിൽ പിന്നെ 28 മണിക്കൂർ നേരം യാതൊരു ആഹാരവും കഴിക്കാതെ ജോലി ചെയ്തു തളർന്നു വീണു പോകുമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു കുട്ടിയുടെ, ആരുടെയെങ്കിലും ആകട്ടെ, 3 മണിക്കൂർ മുമ്പ് എന്തെങ്കിലും ആഹാരം കഴിച്ചിരിക്കാവുന്ന ഒരുത്തന്റെ 3-4 ഉരുളയോളം വരുന്ന ചോറെടുത്തുണ്ടു. അത് തെറ്റായിരിക്കാം, പാപമായിരിക്കാം. പരലോകത്ത് ചെല്ലുമ്പോൾ എന്നെ കൊണ്ട് ഇതിന് ഉത്തരം പറയിപ്പിക്കുമായിരിക്കും. ഇവിടെയും ഞാൻ ഉത്തരം പറയേണ്ടി വരുമായിരിക്കും. ഞാൻ പറഞ്ഞുകൊള്ളാം. പക്ഷേ എന്നോടും നിങ്ങൾ ഒന്ന് പറയിൻ, ഞാൻ പിന്നെ എന്തു ചെയ്യണമായിരുന്നു? ഈ കഥയെയും അതിന്റെ അവതരണത്തെയും പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.